ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെബക് മെഷറബിൾ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട ഒരു തിയറമാണ്. ലൂസിൻസ് തിയറം. ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് മെഷറബിൾ ഫംഗ്ഷൻ defined on E, then for each epsilon greater than 0, there is a continuous function g on R and a closed set f contained in E, for which f equal to g on f and measure of E minus f less than epsilon. നമ്മൾ ഇതിനു മുൻപ് ഒരു പ്രൊപ്പോസിഷൻ കണ്ടതാണ്. അതിനകത്ത് നമുക്ക് f എന്ന് പറയുന്ന ഫംഗ്ഷൻ സിമ്പിൾ ഫംഗ്ഷൻ ആയിരുന്നു. അവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് corresponding to epsilon greater than 0, there is a continuous function g on R and a closed set f contained in E, for which f equal to g on f and measure of E minus f less than epsilon എന്നാണ്. അതായത് ഇവിടെ അസംഷൻ മാത്രമാണ് മാറിയിരിക്കുന്നത്. കഴിഞ്ഞ തിയറത്തിൽ നമുക്ക് അസംഷനിൽ f is a simple function ആയിരുന്നു. ഇവിടെ നമുക്ക് അസംഷനിൽ f is a measurable function മാത്രമാണ്. പ്രൂവ് ചെയ്യേണ്ടത് സെയിം റിസൾട്ട് തന്നെയും. കൺസിഡർ മെഷർ ഓഫ് ഈസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് അക്കോർഡിംഗ് ടു സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം, ദർ ഈസ് എ സീക്വൻസ് എഫ് എൻ ഓഫ് സിമ്പിൾ ഫങ്ഷൻസ് ഓൺ ഇ that converges to f pointwisely on E. നമുക്കറിയാം സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം എന്താണ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് പോയിന്റ് വൈസ്ലി കൺവേർജ് ചെയ്യപ്പെടുന്ന ഒരു സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് സെയിം ഡൊമൈനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം പറയുന്നത്. അത്തരത്തിൽ നമുക്കിവിടെ നമ്മുടെ അസംഷൻ പ്രകാരം എഫ് എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഇ ആണെങ്കിൽ, യൂസിംഗ് അവർ സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം, ദർ ഇസ് എ സീക്വൻസ് എഫ് എൻ ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ഓൺ യുവർ കോമൺ ഡൊമൈൻ ഇ ദാറ്റ് കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്ലി ഓൺ ഇ. തൊട്ടു മുൻപത്തെ തിയറം പ്രകാരം ബൈ പ്രൊപ്പോസിഷൻ നമ്പർ 11, വിത്ത് എഫ് റീപ്ലേസ്ഡ് ബൈ എഫ് എൻ and epsilon replaced by epsilon by 2 raised to n plus 1. കാരണം പ്രപ്പോസിഷൻ നമ്പർ 11ൽ പറയുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സിമ്പിൾ ആണെങ്കിൽ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എല്ലാ റിസൾട്ടുകളും അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എഫ് എന്ന് പറയുന്നത് മെഷറബിൾ ഫംഗ്ഷൻ മാത്രമാണ്. എഫിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനാൽ തന്നെ വി ക്യാൻ യൂസ് അവർ എഫ് എൻ ആൻഡ് യുവർ എപ്സിലോണിന് പകരം നമ്മൾ എപ്സിലോൺ ബൈ 2 raised to n plus 1. എപ്സിലോൺ ബൈ 2 raised to n plus 1 is a positive quantity. So we use our fn and epsilon by 2 raised to n plus 1 in the place of f and epsilon in the theorem proposition number 11. So we may choose a continuous function gn on R and a closed set fn contained in E, for which fn equal to gn on fn and measure of E minus fn less than epsilon by 2 raised to n plus 1 for each n. അതായത് നമ്മൾ ആദ്യം f1 എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷനിലെ ആദ്യത്തെ സിമ്പിൾ ഫംഗ്ഷൻ എടുക്കുന്നു f1. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നു, എപ്സിലോൺ ബൈ 2 raised to 1 plus 1. അതായത് എപ്സിലോൺ ബൈ 2 raised to n plus 1 എന്നാണ്. അപ്പോൾ എന്നിന് പകരം 1 കൊടുക്കുന്നു. സോ f1 കിട്ടുന്നു, എപ്സിലോൺ ബൈ 2 raised to 1 plus 1 കിട്ടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രപ്പോസിഷൻ നമ്പർ 11 ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, അവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ g1 കിട്ടണം ഓൺ R and a closed set f1 കിട്ടണം contained in E, such that f1 equal to g1 on your f1 and measure of E minus f1 is less than your epsilon by 2 raised to 1 plus 1. Then you take your second function f2 from the sequence of simple function. Then you get a epsilon by 2 raised to 2 plus 1 and you get a continuous function g2 on R and a closed set f2 contained in E, such that f2 equal to g2
on your f2 and measure of e minus f2 less than epsilon by 2 raised to 2 plus 1. അങ്ങനെ n-ന് ഓരോ വാല്യൂസ് കൊടുക്കും തോറും നമുക്ക് സീക്വൻസിൽ നിന്ന് f1 f2 എന്ന് പറഞ്ഞിട്ട് ഓരോ സിമ്പിൾ ഫംഗ്ഷൻസ് വരുന്നു. എപ്സിലോൺ ബൈ 2 raised to n plus 1 എന്ന് പറഞ്ഞ് ഓരോ പോസിറ്റീവ് ക്വാണ്ടിറ്റികൾ വരുന്നു. Then we can apply our proposition number 11. So we get a continuous function gn and a closed set fn subset of e satisfying the condition fn equal to gn on fn and measure of e minus fn less than epsilon by 2 raised to n plus 1. ഇത് നമുക്ക് എല്ലാ n-നും നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. So we may choose a continuous function gn on R and a closed set fn contained in E for which fn equal to gn on fn and measure of e minus fn less than epsilon by 2 raised to n for each n. നമുക്ക് ഇത്തരത്തിൽ ഓരോ n-നും റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. Then according to Egrof's theorem, there is a closed set f0 contained in E such that sequence fn converges to f uniformly on f0 and measure of e minus f0 less than epsilon by 2. നമുക്കറിയാം ഇഗ്രോഫ് തിയറത്തിനകത്ത് നമുക്ക് ഇത്തരത്തിൽ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്ക് ഒരു f0 എന്ന് പറഞ്ഞ് അവിടെ ഒരു f എന്ന് പറഞ്ഞ സെറ്റാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ അതിനെ പെർട്ടിക്കുലർ ആയിട്ട് f0 എന്ന് എടുക്കുന്നു. കാരണം f1 f2 എക്സെട്ര എല്ലാം നമ്മൾ നേരത്തെ കിട്ടിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് we get a f0 which is a closed set contained in E and a collection sequence fn which is converges to f uniformly on f which is converging to our which is converging to the function f uniformly on f0 and measure of e minus f0 is less than epsilon by 2 എന്ന് നമുക്ക് ഇഗ്രോഫ് തിയറം പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ f0 എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റ് ഉണ്ട് ഈനകത്തുള്ളത്. അതുപോലെ f1 f2 എക്സെട്ര ഓരോ n-ന് കറസ്പോണ്ടിങ് ആയിട്ടും എ സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ഇയുമുണ്ട്. Then we can define capital F is equal to intersection n equal to 0 to infinity fn. അതിൽ f0 ഇഗ്രോഫ് തിയറം പ്രകാരം കിട്ടിയിരിക്കുന്ന f-ഉം f0ഉം fn-ഉം അതുപോലെ മറ്റെല്ലാ fn-കളും നമുക്ക് പ്രൊപ്പോസിഷൻ നമ്പർ 11 പ്രകാരം കിട്ടിയിരിക്കുന്നതാണ്. ഇത്തരത്തിൽ f0 മുതൽ ഉള്ള എല്ലാ f-കളുടെയും fn-കളുടെയും ഇന്റർസെക്ഷൻ ആയിട്ടാണ് നമ്മൾ f എടുത്തിരിക്കുന്നത്. So that means our capital F is a countable intersection of closed set. Hence capital F is a closed set. And we know that our f0 is the subset of and each fn is the subset of E. Therefore our f is also a subset of E. Here measure of E minus f that is equal to measure of E intersection f complement equal to measure of E intersection n equal to 0 to infinity fn whole complement equal to measure of E intersection union n equal to 0 to infinity fn complement equal to union n measure of union n equal to 0 to infinity E intersection fn complement equal to measure of union n equal to 0 to infinity E minus fn. Then we can split our union equal to measure of E minus f0 union n equal to 1 to infinity E minus fn. നമുക്കറിയാം measure of E minus f0 ഇഗ്രോഫ് തിയറം പ്രകാരം which is less than epsilon by 2. Then we get which is less than epsilon by 2 plus and the next portion union n equal to 1 to n E minus fn. നമുക്കറിയാം ആ വാല്യൂ എന്താണ്? നമുക്ക് ഓരോ മെഷർ ഓഫ് ഇ മൈനസ് എഫ് എനും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 raised to n plus 1 ആണ്. So we can apply that value and we use the countable subadditivity. That means sigma n equal to 1 to infinity epsilon by 2 raised to n plus 1. And we use the infinite series sum. Sigma n equal to 1 to infinity epsilon by 2 raised to n plus 1 become epsilon by 2. And we get epsilon by 2 plus epsilon by 2 equal to our epsilon. So we get measure of E minus f is less than epsilon. എന്താണ് f? f is a closed set and which is also the subset of E with measure of E minus f is less than epsilon. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം അത് തന്നെയാണ്. എന്താണ്? corresponding to epsilon greater than 0
there exists a closed set f contained in E for which measure of E minus f less than epsilon. അതിൽ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ എക്സിസ്റ്റൻസ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഈച്ച് എഫ് എൻ ഈസ് കണ്ടിന്യൂസ് ഓൺ എഫ്. നമുക്കറിയാം എഫ് എന്നുകൾ എന്താണ്. എഫ് എന്നുകൾ നമുക്കറിയാവുന്നത് അത് സിമ്പിൾ ഫങ്ഷൻസ് ആണ്. ഇവിടെ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഓരോ എഫ് എന്നിൻ്റെയും സബ്സെറ്റാണ്. കാരണം എഫ് എന്നുകളുടെ ഇൻ്റർസെക്ഷൻ ആയിട്ടാണ് നമ്മൾ എഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എഫ് എൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എഫ് എനും ജി എനും അങ്ങനെ രണ്ട് വാല്യൂസ് ഉണ്ട്. എഫ് എനും ജി എനും എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് ഉണ്ട്. അത് നമുക്ക് പ്രപ്പോസിഷൻ നമ്പർ 11 ഒന്ന് ജസ്റ്റ് നോക്കാം. പ്രപ്പോസിഷൻ നമ്പർ 11 നമ്മൾ പറയുന്നത് ഓരോ എഫ് എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ജി എൻ ഉണ്ടാകുന്നു. ജി എൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഒപ്പം എഫ് എൻ്റെയും ജി എൻ്റെയും വാല്യൂ ഈക്വൽ ആണ് ഓൺ എഫ് എൻ. എഫ് എൻ ഈക്വൽ ടു ജി എൻ ഓൺ എഫ് എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എഫ് എനും ജി എനും ഓരോ എഫ് എന്നിലും ഈക്വൽ ആയതിനാൽ ജി എൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകയാൽ എഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനും ഓൺ ക്യാപിറ്റൽ എഫ് എൻ എന്ന് പറയുന്ന സെറ്റിന് മുകളിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ബിക്കോസ് അവർ ജി എൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ആൻഡ് വി നോ ദാറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി എഫ് എൻ. ദെർഫോർ ജനറലി വി സേ ദാറ്റ് അവർ എഫ് എൻ സ്മോൾ എഫ് എൻ എന്ന് പറയുന്ന ഫംഗ്ഷനുകൾ ഈസ് കണ്ടിന്യൂസ് ഓൺ യുവർ ക്യാപിറ്റൽ എഫ്. കാരണം ഓരോ ജി എന്നും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓരോ എഫ് എൻ്റെ മുകളിലാണ്. എല്ലാത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിട്ടാണ് എഫ് എടുത്തിരിക്കുന്നത്. എല്ലാ എഫ് എന്നുകളിലും ജി എന്നും എഫ് എന്നും ഈക്വൽ ആയതിനാൽ അതാത് എഫ് എന്നുകളിൽ നമ്മുടെ എഫ് എൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്ന എല്ലാ എഫ് എന്നുകളുടെയും ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള ക്ലോസ്ഡ് സെറ്റിനകത്ത് നിങ്ങളുടെ എല്ലാ എഫ് എന്നുകളും കണ്ടിന്യൂസ് ആയിരിക്കും. സോ വി ഗെറ്റ് ഈച്ച് എഫ് എൻ ഈസ് കണ്ടിന്യൂസ് ഓൺ യുവർ ക്ലോസ്ഡ് സെറ്റ് ക്യാപിറ്റൽ എഫ്. സിൻസ് എഫ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എഫ് നോട്ട്. എഫ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇഗറോഫ് തിയറം പ്രകാരം കിട്ടിയ ക്ലോസ്ഡ് സെറ്റ് ആണ്. അതിൻ്റെയും ഇൻ്റർസെക്ഷൻ കൂടിയാണ് എഫ് ആയതിനാൽ എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് നോട്ട്. ആൻഡ് സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എഫ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് നോട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇഗ്രോഫ് തിയറം പ്രകാരം നമുക്ക് എന്തറിയാം? സീക്വൻസ് എഫ് എൻ ഇസ് കൺവേർജിങ് ടു എഫ് യൂണിഫോംലി ഓൺ എഫ് നോട്ട് എന്നറിയാം. ഇവിടെ നമുക്ക് എഫ് നോട്ടിന്റെ സബ്സെറ്റ് ആകയാൽ ഇഗ്രോഫ് തിയറത്തിന് നമുക്ക് ഒന്നും കൂടി റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് പറയാം സീക്വൻസ് എഫ് എൻ ഇസ് കൺവേർജിങ് ടു എഫ് യൂണിഫോംലി ഓൺ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? എഫ് എൻ കണ്ടിന്യൂസ് ആയി കഴിഞ്ഞു. സീക്വൻസ് എഫ് എൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞു. സീക്വൻസ് എഫ് എൻ കൺവേർജിങ് ടു എഫ് യൂണിഫോംലി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂണിഫോംലി കൺവേർജിങ് ടു എ ഫംഗ്ഷൻ, then there is a theorem uniform limit of a continuous function. Uniform limit of continuous sequence of continuous functions is continuous. Therefore our function small f is continuous on your capital F. കാരണം ക്യാപിറ്റൽ എഫിന്റെ മുകളിലാണ് ഈ പറയുന്ന എഫ് എന്നും കണ്ടിന്യൂസ് ആകുന്നത്, ഈ പറയുന്ന സീക്വൻസ് എഫ് എൻ യൂണിഫോംലി കൺവെർജ് ആകുന്നു നമ്മൾ പറഞ്ഞത്. അതിനാൽ തന്നെ ക്യാപിറ്റൽ എഫിനകത്ത് നമുക്ക് ഈ സ്മോൾ എഫ് എന്ന് പറയുന്ന കൺവെർജ് ചെയ്യപ്പെടുന്ന ലിമിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ സ്മോൾ എഫ് നമുക്ക് എന്ത് പറയാം? അത് കണ്ടിന്യൂസ് ആയിരിക്കുമെന്ന് പറയാൻ സാധിക്കുന്നു. സോ വി ഗെറ്റ് യുവർ ഫംഗ്ഷൻ സ്മോൾ എഫ്. സ്മോൾ എഫ് ആക്ച്വലി എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സ്മോൾ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇ എന്ന് പറയുന്ന സെറ്റിന് മുകളിലാണ്. പക്ഷേ നമുക്കിവിടെ ഈ സ്മോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള എഫിനകത്ത്, അല്ലെങ്കിൽ അതിൻ്റെ എഫ് എന്ന് പറയുന്നത് ഇയുടെ സബ്സെറ്റ് ആണ്. സ്മോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് എഫ് സ്മോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ സാധിക്കുന്നു. ബിക്കോസ് യൂണിഫോം ലിമിറ്റ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇപ്പോൾ നമുക്ക് കയ്യിലുള്ളത് എന്താണ്? സ്മോൾ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റ് ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് ഒന്നും കൂടെ നോക്കാം. കറസ്പോണ്ടിങ് ടു എപ്സിലോൺ there is a continuous function g on R. എന്താണ് കണ്ടീഷൻ? there is a closed set f contained in E, f equal to g on f. f എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? നമ്മുടെ f എന്ന് പറയുന്നത്
നമ്മുടെ മെഷറബിൾ ഫംഗ്ഷൻ ആയിരുന്നു അസംഷൻ പ്രകാരം. ആ മെഷറബിൾ ഫംഗ്ഷൻസിലേക്കാണ് നമ്മുടെ സീക്വൻസ് FN എന്ന് പറയുന്ന സിമ്പിൾ ഫംഗ്ഷൻസിന്റെ കളക്ഷൻ കൺവേർജ് ചെയ്ത് ഇപ്പോൾ ആ F എന്ന് പറയുന്ന ഫംഗ്ഷനാണ് F എന്ന് പറയുന്ന സെറ്റിനുള്ളിൽ എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് G എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫൈനലി ദർ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ G ഡിഫൈൻഡ് ഓൺ all of R whose restriction to F equal to small f. അതായത് നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു G എന്ന് പറഞ്ഞ് ഓൺ R. ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് F എന്ന് പറയുന്ന നമ്മുടെ ക്ലോസ്ഡ് സെറ്റിനകത്ത് Gയുടെ വാല്യൂവും നമ്മുടെ F എന്ന് പറയുന്ന മെഷറബിൾ ഫംഗ്ഷന്റെ വാല്യൂവും സെയിം ആയിരിക്കണം. The restriction of G to F is equal to small f. That is our measurable function. അത്തരത്തിൽ നമ്മളൊരു G ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? G മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണ്, ബാക്കി എല്ലാ ഭാഗത്തും. F എന്ന് പറയുന്ന സെറ്റിനകത്ത് Fൻ്റെയും Gയുടെയും വാല്യൂ സെയിം ആണ്. F എന്ന് പറയുന്ന സെറ്റിനകത്ത് F എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതിനാൽ ക്യാപിറ്റൽ F എന്ന് പറയുന്ന സെറ്റിനകത്ത് G എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അതിന് പുറത്ത് നമ്മൾ കൺസ്ട്രക്ഷനിൽ തന്നെ G കണ്ടിന്യൂസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ വി ഗെറ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ G over R such that your F equal to G on your capital F, where capital F is a closed set contained in E with measure of E minus F is less than your epsilon. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. താങ്ക് യു.